ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മോമി ആൻഡ് വീലെ കിച്ചണിൽ പൈനാപ്പിൾ പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഇതിനു വേണ്ടി ആദ്യം ഒരു ചെറിയ പൈനാപ്പിളും ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴവും മുറിച്ച് കഷ്ണങ്ങളാക്കി നമ്മളൊരു ചെറിയ ചീഞ്ചട്ടിയിലേക്ക് ഇടുക. 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് 1 കപ്പ് ചിരവിയ നാളികേരം, 1 ടീസ്പൂൺ ജീരകവും കടുകും, 1 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ പൈനാപ്പിളും പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ചേർക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ച ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരവും ഇതിലേക്ക് ചേർക്കണം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കാഷ്യൂനട്ടും റേസിൻസും ആണ്. ഇതൊന്ന് ചെറുതായി നെയ്യിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തടുക്ക ചേർക്കാം. കടുകും വറ്റൽമുളകും വേപ്പിലയിട്ട് ഒരു തടുക്ക ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾ സാധാരണ കണ്ടുവരുന്ന പച്ചടി പോലെ ഇതിൽ തൈരൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഒപ്പം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ പുതിയ റെസിപ്പികളുമായി ഞങ്ങൾ അമ്മയും മക്കളും വീണ്ടും വരും. ടിൽ ദെൻ, Bye bye. Thank you for watching. Have a nice day. Happy Onam.